നമ്മളങ്ങനെ വീണ്ടും യൂണിക്കോൺ കോച്ച് വർക്കിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ മാത്യൂസ് അച്ഛനോടൊപ്പം. അച്ഛൻ നമസ്കാരം. നമസ്കാരം. അച്ഛൻ ഐസ്ക്രീം കച്ചവടം തുടങ്ങിയോ? ഐസ്ക്രീം കച്ചവടം ഞാനും തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ എം ജി ശ്രീകുമാറിന് വേണ്ടി ചെയ്ത വണ്ടിയാണ്. ഏത് എം ജി ശ്രീകുമാറിന് വേണ്ടി? നമ്മുടെ പാട്ടുകാരൻ എം ജി ശ്രീകുമാർ. പാട്ടുകാരൻ എം ജി ശ്രീകുമാറിന് വേണ്ടി ഇതേണ്ട അച്ഛൻ ഒരു ഐസ്ക്രീം വണ്ടി ഉണ്ടാക്കി കൊടുത്തേക്കാ. അതെ അതെ അതെ. അപ്പൊ അച്ഛൻ ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം. തീർച്ചയായിട്ടും. എം ജി ശ്രീകുമാറിന് വേണ്ടി മാത്യൂസ് അച്ഛൻ ഉണ്ടാക്കിയ വണ്ടി, അതും കോച്ച് വർക്സിൽ ഉണ്ടാക്കിയ വണ്ടി നമ്മൾ തുറന്ന് കാണിക്കാൻ പോവാണ്. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അച്ഛൻ ഇത് എത്ര നാളെടുത്ത് ഇതിന്റെ പണി ഫിനിഷ് ചെയ്യാൻ? നമുക്ക് നോർമലി എടുക്കുന്ന 45 days. അതാണ് നമ്മുടെ ടൈം. നോർമൽ ടൈം തന്നെ എടുത്തേക്കുന്നത്. എല്ലായിടത്തും ലോക്കാണ് കേട്ടോ, എല്ലായിടത്തും ലോക്കാണ്. ഫ്രീസറും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേണ്ടേ ഇവരുടെ ഒരു ഭയങ്കര ഇത് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഏത് ഡോറും ഏത് സൈഡിൽ നിന്ന് വേണേലും തുറന്ന് കയറാമെന്നുള്ളതാണ്. ലോക്കാണ് ഇവിടെ. നമുക്ക് പുറകോട്ടുള്ള എക്സ്റ്റൻഷൻ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ബേസിക്കലി ചവിട്ടി കയറണം അല്ലേ? ചവിട്ടി കയറും. ബേസിക്കലി അതിനകത്ത് ഒരു 500 ലിറ്ററിന്റെ ഗ്ലൈക്കോൾ ഫ്രീസറാണ് ചെയ്തേക്കുന്നത്. ഫ്രീസറിലെ സെറ്റ് ഫുൾ ലൈറ്റ് ഉണ്ട്. ഈ ഗ്ലൈക്കോൾ ഫ്രീസറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗ്ലൈക്കോൾ ഫ്രീസറിൽ നമ്മൾ നൈറ്റിൽ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു -31 ഡിഗ്രിയിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് അതൊരു 0 ആകാനായിട്ട് 12 മണിക്കൂർ പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റിയും വേണ്ട, ഇതും വേണ്ട, ഒന്നും ആവശ്യമില്ല. ഒന്നും വേണ്ട. അതാണ് ഈ ഗ്ലൈക്കോൾ ഫ്രീസറിന്റെ ഒരു ഗുണം. മൊത്തം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പാടില്ല. മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ കാണിക്കാൻ പോവാണ് നിങ്ങളെ. എം ജി ശ്രീകുമാറിന് വേണ്ടി നമ്മുടെ കോച്ച് വർക്സിൽ പണിത വണ്ടി മൊത്തത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. അതെ, പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തേക്കുന്നു. ഇതിനകത്ത് വാട്ടർ ടാങ്ക് ഉണ്ട്. ഇവിടെ കണക്ഷൻ എങ്ങനെയാ? സോളാറാ? നമുക്ക് വെളിയിൽ നിന്ന് അല്ല, സോളാർ അല്ല, വെളിയിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്താൽ നൈറ്റില് UPS ചാർജ് ആവും. നമ്മുടെ ഇതും ഐസായി കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമ്മൾ കച്ചവടത്തിന് പോകുന്നു, തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് പിന്നെ ചാർജ് ചെയ്യുന്നു. അതെ അതെ, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇതിനകത്തില്ല. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എം ജി ശ്രീകുമാറിന് വേണ്ടി പണി കഴിപ്പിച്ച വണ്ടിയിലാണ്, മാത്യൂസ് അച്ഛൻ പണി കഴിപ്പിച്ച വണ്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ എത്ര ദിവസം എടുത്തു ഈ വണ്ടിയുടെ ഫിനിഷിങ്ങിന്? ഏകദേശം ഒരു 40 daysനുള്ളിൽ നമ്മൾ തീർത്തു. അപ്പൊ നമ്മുടെ എം ജി ശ്രീകുമാർ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് നമ്മൾ അവരൊരു ഡിസൈൻ കൊടുത്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അതെ, നമുക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് മാരുതിയുടെ ക്യാരിയാണ്. ഇത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇത് ബ്രാൻഡ് ചെയ്യാനായിട്ടാണ് ഇന്നിപ്പം വന്നത്. അതെ, രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ്. അതെ, ഇന്നിപ്പോ നാളെ രാവിലെ പോകുന്നതാണ്. നാളെ രാവിലെ പോവാണ്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ, അതായത് എം ജി ശ്രീകുമാറിന്റെ ഈ ഒരു വണ്ടിയുടെ വീഡിയോയുടെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് യൂണിക്കോൺ കോച്ച് വർക്സിൽ നിന്ന്. വേറെ ഏത് വണ്ടിയാ ഫിനിഷ് ആയി കിടക്കുന്നത്? നമ്മളിപ്പം റിഹേഴ്സ് ഫിനിഷ് ആയി കിടപ്പുണ്ട്. മഞ്ചൽ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മഞ്ചൽ എത്ര രൂപ നമ്മൾ ചെയ്തിട്ടുണ്ട്? നമ്മൾ ഏകദേശം 40 വണ്ടിയോളം ആയിട്ടുണ്ട്. 40 വണ്ടിയോളം ആയിട്ടുണ്ട്. വെറും 3 വർഷം കൊണ്ട്. അതെ, 3 വർഷം കൊണ്ട് 40 വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്.